ആരും ഇങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല, ആരും വരുവുമാണ് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനിതുവരെ നൂർ ഹബീബ് തങ്ങളെ അനുകൂലിച്ചിട്ട് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും എന്നോട് പറയുന്നത് വെച്ചാൽ, മോനെ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്തെ നമ്മൾ നൂർ ഹബീബ് തങ്ങളെ അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പച്ചത്തെറികളായിട്ട് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു, ഒന്ന് കളം മാറ്റി ചവിട്ടിക്കോ. നീ ഈ അനുകൂലിച്ച് പറയുന്നതിന് പകരം എല്ലാവരും ചെയ്യുന്നത് പോലെ എതിർത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടും, നിന്റെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് റീച്ച് ആവും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നൂർ ഹബീബ് തങ്ങളെ വീട്ടിൽ നടക്കുന്ന കുറച്ച് ചൂഷണങ്ങൾ, അത് ഞാൻ ഒന്നൊന്നല്ല, 2-3 സംഭവങ്ങളുണ്ട്. അതോ ഒറ്റ ദിവസത്തിൽ നടന്ന ചില കാര്യങ്ങൾ, അത് ജനങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം എന്താണോ, ചില കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകില്ലേ, അതല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ആശ്രയമാകുമല്ലോ. അങ്ങനത്തെ ഒന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, അനുകൂലിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കി. ഇന്ന് അധികം ഇതൊന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു ചൂഷണം അങ്ങനത്തെ സംഭവം ആയതുകൊണ്ട്, ഒരു പറ്റിക്കൽ ഒക്കെ തുറന്ന് കാണിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഈ വിഷ്വൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യൂട്യൂബർമാരുടെ വിവാദങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ ലൈവിൽ ആള് കുറവില്ല, എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല, പിന്നെ എനിക്കെന്താ പ്രശ്നം? എനിക്കൊന്നുമില്ല. അറിഞ്ഞോ, നൂർ ഹബീബ് തങ്ങളുടെ വീട്ടിലൊരു വമ്പൻ ചൂഷണം നടക്കുക അടുത്ത മാസാന്ത മജ്‌ലിസിന്റെ അന്നാണ് തോന്നുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ 2 അമുസ്ലിം സഹോദരിമാരുടെ കല്യാണം. അപ്പോൾ നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഒരു കല്യാണം, 2 ആളെ കല്യാണം നടത്തിയിട്ട് ഇദ്ദേഹം പിന്നെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി ചെയ്തതാണെന്ന്. അല്ലല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു മജ്‌ലിസിൽ, ആ ഒരു മാസാന്ത മജ്‌ലിസിൽ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു. നൂറാവിന്റെ മുത്തുമണികളെ അൽഹംദുലില്ലാ, എന്റെ 2 കുഞ്ഞു പെങ്ങന്മാരാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. 2 കുഞ്ഞു സ്ഥലയുടെ വല്ലപ്പുഴ അല്ലേ. അച്ഛനുണ്ടോ? അച്ഛനില്ല. ചേച്ചിന്റെ സ്ഥലയുടെ നാട്ടുകാര്. അച്ഛനുണ്ടോ? ഇല്ല. കുഞ്ഞു മക്കളാണ്, വളരെ വിഷമമാണ്. ആ മക്കളെ കല്യാണാണ്, അത് കേച്ചു കൊടുക്കുന്ന നൂർ ഹബീബിന്റെ മുത്തുമണികളാ. അൽഹംദുലില്ലാ, വരുന്ന അടുത്ത മാസം നവംബർ, അടുത്ത മാസം അല്ലേ, മെയ് എത്ര ഡേറ്റ്? മെയ് 25-ന്. അവർക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അച്ഛനില്ല, ഈ പൊന്നു മോൾക്ക് അച്ഛനും അമ്മയുണ്ട്, അമ്മണ്ട, അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാ അവൾക്ക്. എങ്ങെടുത്ത് കുട്ടികൾ മോൻ കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പൊന്നു മക്കളെ കല്യാണം കേട്ടോ. കണ്ടല്ലോ. ഇനി അടുത്ത സംഭവം, ഒരു കുടുംബത്തിന് കിണർ കുത്താൻ വകുപ്പില്ല, അവരെ അവിടെ വെള്ളം കിട്ടാനും പ്രയാസമാണ്. അപ്പോൾ ഈ തങ്ങൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം റുപ്യ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 1 ലക്ഷം റുപ്യ ആ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന്. അല്ല കേട്ടോ, 1 ലക്ഷം റുപ്യ ആ കുടുംബത്തിന് കൊടുത്തിട്ട് ഒരു കിണറോട് കുത്തി കൊടുത്തിക്കുക. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ഗഡു പൈസ കൊടുക്കുന്നതാണ് ഈ വീഡിയോ. എന്താല്ലേ, ഇങ്ങനൊക്കെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയാൽ. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം. നമ്മൾ 1 ലക്ഷം റുപ്യക്ക് 1 ലക്ഷം കിണറിന് കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുത്തിട്ട് കിട്ടി. ഒരു കിണർ കുഴിച്ചു, ഫോട്ടോ കിണറിന്റെ ഫോട്ടോ, കിണർ കുഴിച്ചു, അതിൽ വെള്ളം കണ്ടു. ഇതിലുണ്ടോ കിണറ് ഫോട്ടോ? വീഡിയോ ഉണ്ടോ? അപ്പോ നമ്മൾ 1 ലക്ഷം റുപ്യാണ് അവര് പറഞ്ഞത്. നല്ല വെള്ളം എന്താ? അല്ലാഹു സുബ്ഹാനഹു, ഇത് തന്നൊരു സഹോദരി കേട്ടോ. ഞങ്ങൾ പാപ്പ ഇത് തന്നൊരു സഹോദരി കിണറിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 50,000 തന്നില്ലേ, ഇത് 50,000 ഞാൻ കൊടുക്കുകയാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇത് തന്നവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. കിണറിൽ കുറിച്ച് വീഡിയോ നോട്ടെ. 1 ലക്ഷം കൊടുക്കുക, 1,50,000 കൊടുത്തു. ഓക്കെ, എവിടെ മനസ്സമാതിരി കാണുന്നു കുട്ടികളെ കാണുന്ന ആ കിണറിന്റെ പൈസ കൊടുക്കാൻ 2ാമത്തെ വീട് തന്നവർക്കുള്ള സന്തോഷം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ തന്നെയാണ് അള്ളാഹു നമുക്ക് തരുന്ന നിഅമത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ 50,000 കൊടുത്തു, ബാക്കി 60,000 നമ്മൾക്ക് ഫലം.
മറ്റൊരു കൂടപ്പുറപ്പ് തന്നതാണ് ഒരു വായിക്കണം കേട്ടോ. അള്ളാഹു ബർക്കത്ത്. 50,000 പാല് തന്ന 50,000 നമ്മൾ വാക്ക് പാലിച്ചു. ഇത് നൂറെ ഹബീബ് തങ്ങളൊരു മറ്റൊരു ട്യൂഷനാണ്. മാസം മാസം അതിനു മുമ്പ് ഏറ്റെടുത്ത കുടുംബങ്ങൾ കുറേ ഉണ്ട്. ആ കുടുംബങ്ങൾക്ക് പുറമെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി നോക്കി നിങ്ങൾ 21 കുടുംബങ്ങളെ ഏറ്റെടുത്തുക. ആ കുട്ടികൾക്ക് യതീമായ മക്കൾക്ക് ആവശ്യമുള്ള ചെലവിനുള്ള പൈസ അത് ആ കുടുംബത്തിൻ്റെ അംഗബലത്തിനനുസരിച്ച് പൈസ ഉണ്ടാവുന്ന പറഞ്ഞത്. അതായത് 4 കുട്ടികളുള്ള ആൾക്ക് അതിനനുസരിച്ച പൈസ, ഒരു കുട്ടിയുടെ അതിനനുസരിച്ച പൈസ, അങ്ങനെയാണ് തങ്ങൾ കൊടുക്കുന്നത്. ചൂഷണമല്ലേ? ചൂഷണങ്ങളൊക്കെ എതിർക്കണം. ഇതൊക്കെ എതിർക്കപ്പെടേണ്ട ചൂഷണങ്ങൾ തന്നെയാണ്. നൂറെ ഹബീബിന്റെ ഒരു വലിയ സംരംഭം കൂടി നമ്മൾ തുടങ്ങിയാണ്. ഒരുപാട് എത്തിമക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ മക്കളെ നമ്മളെ കാണിക്കുന്നില്ല. ആ രക്ഷിതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാർ മരണപ്പെട്ടു എന്നുള്ള സ്വർഗത്തോടെ കൂടെ കടക്കുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഈ കുടുംബങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. 20 ചില്ലാനം മാതാപിതാക്കളുണ്ട്. പിന്നെ നിങ്ങളെ നിങ്ങൾ സ്ഥലം എവിടെ? അല്ലേ? ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. എത്ര മക്കളാ? ചെറിയ മക്കൾക്ക് 2 വയസ്സ് അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കുടുംബത്തിന് നമ്മൾ എന്തുണ്ട് എല്ലാ മാസവും നല്ലൊരു സംഖ്യ നമ്മൾ ചുരുട്ടാം. സ്ഥലം എവിടെ? മക്കളാണ്. എത്ര മക്കളാ? മൂത്ത കുട്ടിക്ക് 10 വയസ്സല്ലേ? ആ 10 വയസ്സിന്റെ ചോട്ടക്കാണ് ബാക്കിയുള്ളതൊക്കെ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാസം ഒരു 10 ഉറുപ്പിക വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്. സ്ഥലം എവിടെ? വയക്കാട്ടിലല്ലേ? മാഷാ അല്ലാഹ്. എത്ര മക്കളാ? 3 മക്കളാ അല്ലെ? ഭർത്താവ് ക്യാൻസർ. ഖബറ് വിശാലാക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നൂറെ ഹബീബ് മുത്തുമണികൾ ഇൻഷാ അല്ലാഹ് 3 മക്കൾക്കുള്ളത് ഇൻഷാ അല്ലാഹ് മാസം 1-ാം തീയതി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബങ്ങൾ കേട്ടോ. തുറക്ക വരട്ടോ. സാജിദ മൊറയൂര് അല്ലേ? എത്ര മക്കളാ? 3 മക്കളല്ലേ? പെൺകുട്ടികള് ചെറുതല്ലേ? മോളല്ലേ? ഭർത്താവ് എങ്ങനെ മരിച്ചല്ലേ? ഭർത്താവ് കുറച്ച് വിഷമം പറഞ്ഞപ്പെട്ടുള്ള ഖബർ വിശാലായി കൊടുക്കട്ടെ. എന്തായാലും ഇതൊക്കെയാണ് നൂറെ ഹബീബ് തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ചൂഷണങ്ങൾ എന്ന് നിങ്ങളെ തുറന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആത്മീയ ചൂഷണമില്ല. ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷണം. അതെന്താണെന്ന് എപ്പോഴും എനിക്ക് കൊടുത്തം കെട്ടിയിട്ടില്ല. നിർബന്ധപൂർവ്വം ആരും ഇവിടെ വരേണ്ടതില്ല. ഒരാള് നമ്മൾ എന്തില്ല ഇവിടേക്ക് വിളിക്കുന്നില്ല. 3ാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറബി ചികിത്സ ഞങ്ങൾ വാപ്പ തങ്ങന്മാരാ. ഞങ്ങൾ വാപ്പപ്പാര് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന അതൊക്കെ ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ആരും ഇങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല. ആരും വരുവുമല്ല അല്ലെ? പിന്നെ അവസാനം രോഗം അള്ളാഹുവിന്റെ പരീക്ഷനാണ്. ശിഫ നൽകുന്നത് അള്ളയാണ്. അപ്പൊ എന്റെ ഒരാൾ കയറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടോക്കൺ കൊടുക്കുള്ളൂ. അള്ളാഹു ബർക്കത്ത്. പിന്നെ തങ്ങള് ഒരു കേസുമായി ഒരു സംഗതി പെട്ടിരുന്നല്ലോ ഈ റമദാനിലെ ഒരു സ്ത്രീയുമായിട്ട്. തെറ്റാണ് ചോദ്യം തെറ്റാണ്. എന്ത് കേസ്? ആ ഒരു സ്ത്രീ ഉന്നയിച്ചൊരു കേസ്. എന്ത് കേസ്? ഇവിടെ ആത്മീയ ചൂഷണം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ചികിത്സ നടക്കുന്നുണ്ട്. കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്. കേസ് എന്ന് പറഞ്ഞത് കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് കേസ് എന്ന് പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കെട്ടുമായിട്ട് എനിക്കെതിരെ ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അന്വേഷണം നേടാം. എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്നെ വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ള എന്താ അറിയോ, നിങ്ങള് പിന്നെ ഇപ്പോ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഉണ്ട് ഇവിടെ, വളരെ പ്രായമായ അമ്മ. കൂടെ എല്ലാ സുഹൃത്തോട് ചോദിച്ചു, നമ്മ തങ്ങൾപ്പാപ്പ വന്നു വെച്ചു. അപ്പൊ തങ്ങൾപ്പാപ്പ എവിടുക്കാ പോയി വെച്ചു. അപ്പോഴല്ലേ തങ്ങൾപ്പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ടെന്നാ. എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ അറിയോ,
ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് ഒരു ധൈര്യമാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിന് ചെയ്യൂല. അപ്പം അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഒരാൾക്കും പോകാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് സഹിതം ഉന്നയിക്കുക. അല്ലാഹു എല്ലാവർക്കും നല്ല കൽബ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.